കൊണ്ട് കയറ്റി നിർത്താൻ പറ്റിയൊരു പവർഫുള്ളാണ്. ആണല്ലേ? നമ്മുടെ ഇഷ്ടത്തിന് പുള്ളി പറഞ്ഞ രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്യും. പുള്ളി പറഞ്ഞ അറിയിക്കുക. ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എവിടെയാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന വഴിക്ക് നമ്മുടെ ചെക്കൻ്റെ അടുത്തുനിന്ന് കയറി. ഏതാനെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. നമ്മുടെ തിത്താനത്തിൻ്റെ പൊന്നോമന ഇളങ്കാവിലമ്മയുടെ മാനസപുത്രൻ നമ്മുടെ തിത്താനം വിഷ്ണുനാരായണനാണ്. അപ്പം അവർ വൈകുന്നേരത്തെ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ തറയൊക്കെ വൃത്തിയാക്കി വെള്ളമൊക്കെ കൊടുത്ത് ചോറൊക്കെ കൊടുക്കാനുള്ള പരിപാടിയാണ്. കുറച്ച് ദിവസമായി അപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട്. ഷീജപ്പെണ്ണുണ്ട്, ഇവിടെ എല്ലാവരും ഉണ്ട്. അപ്പോൾ അവർ തറയൊക്കെ നന്നാക്കി ബാക്കിയുള്ള പരിപാടിയിലാണ്. ചങ്ങലയൊക്കെ ഇളക്കിയിട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ എല്ലാത്തിനും ഓക്കെ പറയുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഇളക്കിയൊക്കെ ഇട്ടു, വിഷയമൊന്നുമില്ലെന്ന് പറയുന്നുണ്ട്. പൊതുവേ നീരിൽ വലിയ ചാട്ടവും കളിയൊന്നും ഇല്ലാത്തൊരു ആനയാണ് നമ്മുടെ വിഷ്ണു. അപ്പോൾ നമ്മുടെ ഷിജപ്പണ്ണൻ വേണ്ട ഇത്ര മാറിയിരുന്നാണ് കേട്ടോ ഓരോ കാര്യങ്ങൾ ആനയെ കൊണ്ട് ചെയ്യിക്കുന്നത്. ഷിജപ്പണ്ണൻ ഇവിടെ നിന്ന് പറയും ആന പുകി കൊടുക്കും. അപ്പോൾ അവർ അമരവും കാര്യങ്ങളൊക്കെ കഴുകി നല്ല വൃത്തിയാക്കി നിർത്തും. അങ്ങനെയാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷിജപ്പണ്ണനോട് പൊതുവേ ആനയ്ക്കിപ്പം വലിയ ദേഷ്യവും കാര്യങ്ങളൊന്നുമില്ല. അല്ല, അമരം പൊക്കി കഴുകിക്കൊണ്ടിരിക്കുകയാണ് അമരം നമ്മുടെ ചെറുത്. മൂന്ന് 4 മാസം നീരിന്നാലും വേറെ മുറിവുപാടുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. ആനയ്ക്ക് ചങ്ങലയൊക്കെ ഇളക്കിയിട്ട് അമരമൊക്കെ കഴുകി നല്ല എല്ലാ കാര്യങ്ങളും ആന സമ്മതിച്ചു കൊടുക്കും. അപ്പോൾ നമ്മുടെ വിഷ്ണുനാരായണൻ്റെ കൂടുതൽ വിശേഷം നമ്മുടെ വിഷ്ണുനാരായണ പാപ്പാനായ നമ്മുടെ ഷിജപ്പണ്ണൻ എവിടെ ഇരിപ്പുണ്ട്. നമുക്ക് ഷിജപ്പണ്ണനോട് തന്നെ ചോദിച്ചു നോക്കാം. ഷിജപ്പണ്ണ, ഇപ്പം എത്ര നാളായി ആനയെ കെട്ടിയിട്ട്? 2 മാസമായല്ലേ? നിങ്ങളുടെ ഒലിവൊക്കെ എങ്ങനെയുണ്ട്? നല്ല ഒലിവ. ഇപ്പം എന്നാ നിലവിൽ ആനയ്ക്ക് ഇപ്പം കൊടുക്കുന്ന തീറ്റയും ഭക്ഷണമൊക്കെ? നമ്മൾ സാധാരണ കൊടുക്കുന്ന ഭക്ഷണമാണ്. ആണല്ലേ? വേറെ ചോറ് കാര്യങ്ങൾ? ചോറുണ്ടല്ലോ. അവൽ കൊടുക്കുന്നുണ്ട് രാവിലെ. വേറെ ഇപ്പം പനന്തരിയൊക്കെ ഈ ആനയെ നീരി കെട്ടിയിട്ട് നമ്മൾ ഷിജപ്പണ്ണനോട് എങ്ങനെയുണ്ട് ആനയുടെ ഒരു? എനിക്ക് അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം. കുറച്ച് കാര്യങ്ങൾ ചെയ്യാം അല്ലേ? എനിക്ക് വിളിച്ചാൽ നാട്ടുകാരെ കയറ്റി നിർത്തിയൊക്കെ ചെയ്യാം. സാധാരണ നമ്മൾ ഈ ആന നീരി കെട്ടിക്കഴിഞ്ഞാൽ പാപ്പന്മാർ ഇവിടെ നിൽക്കാറുള്ളതല്ല. ഷിജപ്പണ്ണനാണ് ഇപ്പോൾ 2 കൊല്ലമായിട്ട് സ്ഥിരമായിട്ട് ആന നീരിൽ നിൽക്കുന്ന കാണുന്നത്. അപ്പം ഷിജപ്പണ്ണനോട് ഒത്തിരി വയലൻസ് ഉണ്ടോ ആനയ്ക്ക്? നല്ല രീതിയിലില്ല. അത് തുടക്കത്തിലുള്ളൊരു ഉള്ളല്ലേ? പിന്നെ അടുത്ത് കൂടാ. ഇനിയിപ്പോൾ എത്ര നാളും കൂടി കഴിഞ്ഞാൽ നമ്മൾ ആന അഴിക്കാൻ പറ്റും? 2 മാസം കൂടി നിൽക്കും അല്ലേ? അപ്പോൾ അടുത്ത പരിപാടി എന്നാ? അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ചോറ് കൊടുക്കാൻ പോകണം. വേറെ ചെറിയ കമ്പൊന്നും ഇല്ലടാ. ചോറ് താന്ന് പറയുന്നുണ്ട് നമ്മുടെ ചെറുക്കൻ. നമ്മുടെ ഷിജപ്പണ്ണന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് വിഷ്ണു.
സുമൻ രണ്ടാമത്തെ നീരില്ലേ ഇപ്പോൾ സുമൻ ഈ ആനയുടെ കൂടെ നിൽക്കുന്നത്? എങ്ങനെയുണ്ട് നമ്മുടെ ഈ വിഷ്ണുവിൻ്റെ നീരിലെ സ്വഭാവ രീതികളൊക്കെ? നീരിലിപ്പോൾ ഞാൻ ആദ്യം വേറെ സ്ഥലത്ത് നീരിലാണ് കിട്ടിയത്. അവിടെ നിന്ന് ഞങ്ങൾ പുള്ളി പറഞ്ഞൊരു സിസ്റ്റത്തിലാണ് ആന കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. ഷിജപ്പണ്ണൻ എന്ത് പറയുന്നു ആ രീതിക്ക് അങ്ങ് മുന്നോട്ട് പോവാ. അല്ല, ചട്ടക്കാരൻ ആന നിന്ന് കൈകാര്യം ചെയ്യാറില്ല, കൂട്ടത്തിരിക്കുന്നവരാണ് കൈകാര്യം ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവർ പിന്നെ ഒരു ഓപ്ഷൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരുമാതിരിപ്പെട്ട ആൾക്കാരെല്ലാവരും പറഞ്ഞു വെച്ചാൽ സീസണിൽ അവന് പണിക്ക് പോകാൻ ആനയായിട്ട് നിൽക്കാൻ പറ്റിയില്ല, അവനും ആനയും തമ്മിൽ ഒരു ധാരണ ഉണ്ടെന്ന് പറഞ്ഞു. എൻ്റെ ദൈവാധീനവും എൻ്റെ വടക്കിലപ്പം സഹായിച്ച് ഞാൻ പുള്ളി അയച്ചപ്പോൾ തൊട്ട് ഞാൻ കൂട്ടത്തിലുണ്ട്. ഇത് മൂന്നാമത്തെ നീരിൽ ആന കിട്ടുന്നത്. പുള്ളി അഴിച്ചിട്ട് ഈ ആനയ്ക്ക് ഞാൻ പോയി ചാർജ് എടുക്കണം മണിപ്പുഴയിൽ തിരുമേനയുടെ വീട്ടില്. അന്ന് തൊട്ട് ഈ ആന പുള്ളി അഴിച്ചിട്ട് ഒരു ആനക്കാരനല്ല, പുള്ളി ഒരാള് മേലേക്ക് കയറുന്ന ഞാൻ ആണല്ലേ. അന്ന് തൊട്ട് ഇന്ന് വരെ കുഴപ്പങ്ങളൊന്നും ഇല്ല. ഒരാളും പറഞ്ഞൊരു നമുക്കറിയാൻ പറ്റ ദൈവാധീനം കൊണ്ട് ഇതുവരെ കുഴപ്പമില്ല ഇതിൽ പോകണം. നമ്മുടെ ഇഷ്ടത്തിന് പുള്ളി പറഞ്ഞ രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്യും. പുള്ളി പറഞ്ഞ അറിയിക്കുക വേറെ രീതിയിൽ കൈകാര്യം ചെയ്യണ്ട, പുള്ളി വിളിച്ച് മാറ്റിത്തരാം, അന്നേരം കൊടുക്കുക, അവരെ ഇളക്കിയിടാന എല്ലാത്തിനും പുള്ളി വിളിച്ച് നിർത്തി തന്നെ. അല്ലാണ്ട് നമ്മൾ പോയില്ല. അല്ലെങ്കിൽ രാവിലെ പുള്ളി എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു, വൈകിട്ട് ഞങ്ങൾ പുള്ളി വീട്ടിൽ പോയാൽ പോലും ആന ഇറക്കി നിർത്താൻ ആ രീതിയിൽ ആന ചെയ്തു തരും. അത് പുള്ളി നമ്മളെ പറഞ്ഞ കാര്യം, അല്ലാണ്ട് നമ്മളാണെ ചെയ്യാനും നോക്കിയിട്ടില്ല. പുള്ളി പറഞ്ഞ രീതിയിൽ നമ്മളത് അങ്ങോട്ട് പോയി. അപ്പോൾ നമ്മുടെ വിഷ്ണുവിനെ പറ്റി നമ്മുടെ സുമൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ. സുമനിപ്പം 2 നീര് കഴിഞ്ഞ് മൂന്നാമത്തെ നീരിലാണ് ഇപ്പം വിഷ്ണുവിൻ്റെ കൂടെ നിൽക്കുന്നത്. സുമന് വിഷ്ണുവിനെ കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലെന്നാണ് ഇപ്പോൾ സുമൻ പറഞ്ഞത്. പിന്നെ ഷിജപ്പണ്ണൻ പറയുന്ന രീതിക്ക് കാര്യങ്ങൾ ചെയ്തു പോവുക എന്നുള്ളതാണ്. ഷിജപ്പണ്ണ, ഇപ്പം നമ്മൾ 2 സീസൺ കഴിഞ്ഞു, മൂന്നാമത്തെ സീസണിലേക്കാണ് ഇനി ആന അഴിക്കാൻ പോകുന്നത്. പൊതുവെ നമ്മുടെ വിഷ്ണുവിൻ്റെ സ്വഭാവ രീതികൾ എങ്ങനെയുണ്ട്? പൊതുവെ എന്ന് വെച്ചാൽ ഞാൻ വന്ന കൊല്ലത്തേലൊക്കെ അത് ഒത്തിരി മാറിയിട്ടുണ്ടല്ലേ? അത് ഞാൻ എൻ്റെ രീതിയിലേക്ക് മാറ്റിയതാണ്. ഇപ്പം എങ്ങനെയുണ്ട് ആനയുടെ ഒരു പാപ്പാമാരുമായിട്ടുള്ളൊരു, അങ്ങനെ എല്ലാവർക്കും ഒന്നും പെട്ടെന്ന് അയച്ചു കൊണ്ടു നടക്കാൻ പറ്റിയൊരു ആനയല്ല നമ്മുടെ ടുട്ടുമോൻ, അതറിയാം. അപ്പം ഷിജപ്പണ്ണിന് ഒരു കാഴ്ചപ്പാടിൽ എങ്ങനെയുണ്ട്? ഞാനിപ്പോൾ ആദ്യം അഴിച്ച കൊല്ലത്തെ അത്രയും ബുദ്ധിമുട്ട് എനിക്കിപ്പോൾ ഇല്ല. ഷിജപ്പണ്ണിപ്പം നിരവധി ആനകളെ അഴിച്ച് കയറിയിട്ടുണ്ട്, കൂടെ നിന്നിട്ടുണ്ട്. ആ ആനകളെയൊക്കെ സംബന്ധിച്ച് നമ്മുടെ വിഷ്ണു ആനയുടെ ഒരു രീതി എങ്ങനെയാണ്? ഏത് സാഹചര്യം കൊണ്ട് കയറ്റി നിർത്താൻ പറ്റിയൊരു പവർഫുള്ളാണ് ആണല്ലേ. കാര്യത്തിന് നമുക്ക് ഒന്നിനും പുറകോട്ട് നോക്കേ വേണ്ട, എല്ലാം അടിപൊളിയായിട്ടാണ് ചെയ്തു തരും. എവിടെയും കയറ്റി നിർത്താം, നല്ലൊരു ആനയും. നമ്മുടെ സുനിച്ചേട്ടൻ തോട്ടക്കാടാനൊരു കാര്യം പറഞ്ഞ പോലെ വിഷ്ണു ആന മുട്ടുണ്ടല്ലേ. കഴിഞ്ഞ സീസൺ നമ്മൾ കുറേ പരിപാടി സമയത്ത് കണ്ടായിരുന്നു. അപ്പം വിഷ്ണുവിൻ്റെ ആയിട്ടുള്ള ഒരു രീതിക്ക് നടന്നു വരും, ഷിജപ്പണ്ണൻ അങ്ങ് മുന്നേ നടന്നു പോകും. അതിൻ്റെ ഒരു ഗുഡൻസ് തന്നെ. അതിൻ്റെ പ്രത്യേകിച്ച് ഗുഡൻസിൽ നമ്മളങ്ങനെ കൈകാര്യം ചെയ്തിട്ട് ആണല്ലേ. അങ്ങനെയൊന്നും ഞാൻ ഫ്രീഡം കൊടുത്തിട്ട് കൈകാര്യം ചെയ്തത്. ഇഷ്ടത്തിന് ഇഷ്ടമുള്ള നമ്മുടെ ശശിയേട്ടനും അയ്യപ്പനാനയും പോലെ ആനേനെ നമ്മൾ വിളിച്ചാൽ നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ള മൈൻഡ് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ട്. ആ മൈൻഡ് വിട്ടുപോകാതെ നമ്മളതനുസരിച്ച് കൈകാര്യം ചെയ്ത് പോണേ. അപ്പോൾ നമ്മളേതായാലും വന്നു, കുറച്ച് നേരം ആനയെ കണ്ടു, പാപ്പന്മാരുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിൽ പോവാണ്. അപ്പം ഇതുവരെയായിട്ടും നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ഒന്ന് അമർത്തണം. അപ്പോഴത്തേക്കും നമ്മുടെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും നമ്മൾ അടുത്തൊരു ആന വിശേഷമായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.